പാഠം 230. കുളിപ്പിച്ച് കുളിപ്പിച്ച്. മോഹനേട്ടാ ചായ പിടിക്കേ. നീ പത്രം കണ്ടോ? ഡീസലിനും പെട്രോളിനും ഇനിയും വില കൂടുവന്നു. ഇതിനിപ്പോ ഞാൻ എന്ത് ചെയ്യാനാ മോഹനേട്ടാ? വില കൂട്ടുന്നത് എണ്ണ കമ്പനികളാണ്. ഞാൻ വിചാരിച്ചതൊന്നും കുറയാൻ പോണില്ല. നിന്നോട് പെട്രോളിന്റെ വില കുറയ്ക്കാനല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ നമ്മുടെ രാജ്യത്ത് ഇങ്ങനൊരു അന്യായം നടക്കുമ്പോ നമ്മൾ പ്രതികരിക്കാതിരുന്നാലോ? പ്രതികരിക്കണം. ശരി, ഞാൻ പ്രതികരിക്കാം. ഡീസൽ വില കുറയ്ക്കുക. പെട്രോൾ വില നിശ്ചയിക്കാനുള്ള അധികാരം എണ്ണ കമ്പനികൾക്ക് നൽകിയ സർക്കാരിന്റെ നടപടി പിൻവലിക്കുക. എന്നെ കൊണ്ടാവും പോലെ ഞാൻ പ്രതികരിച്ചു കഴിഞ്ഞു. ഇനി എനിക്ക് പോവാലോ? എന്താണ്? നാടിനെ മുഴുവൻ ബാധിക്കുന്ന ഒരു പ്രശ്നത്തെ പറ്റി പറഞ്ഞപ്പോ നീ കളിയാക്കുന്നു. മോഹനേട്ടാ, പെട്രോൾ വില കൂടുന്നതിൽ എനിക്ക് വിഷമമുണ്ട്. പക്ഷേ അതും പറഞ്ഞ് ഇവിടെ ഇരുന്ന് ചർച്ച ചെയ്തിട്ടുണ്ടെങ്കിൽ മോഹനേട്ടൻ രാവിലെ ഭക്ഷണം കഴിക്കാനായിട്ട് വരുമ്പോ ഞാൻ എന്തെടുത്ത് തരും? കുളിച്ചിട്ട് വന്നു കഴിഞ്ഞ് ഭാമേ എന്റെ ഷർട്ട് മുണ്ടോ അവിടെ എന്ന് ചോദിക്കുമ്പോ ഞാൻ എന്തെടുത്ത് തരും? ഒരാള് ചെയ്താൽ തീരാത്ത പണിയുണ്ട് ഇവിടെ. മോഹനേട്ടൻ സഹായിക്കില്ല എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണല്ലോ. വേണ്ട, പക്ഷെ എന്നെ എന്റെ ജോലി ചെയ്യാൻ വിട്ടൂടെ? നീ പറയുന്നത് കേട്ടാ രാവിലെ വീട്ടു ജോലി ചെയ്യുന്ന ലോകത്തിലെ ഒരേ ഒരു സ്ത്രീ നീയാണെന്ന് തോന്നുന്നു. ഇതൊക്കെ എല്ലാ പെണ്ണുങ്ങളും ചെയ്യുന്നതാണ്. അവർക്കൊന്നും ഇതൊരു ബുദ്ധിമുട്ടും അല്ല. എന്താണ് കാരണം? എന്താ? അവർക്കൊക്കെ വീട്ടു ജോലി ചെയ്യുന്നതിൽ ഒരു പ്ലാനിംഗ് ഉണ്ട്. നമ്മൾ എന്ത് ചെയ്യുമ്പോഴും അതിനകത്ത് ഒരു പ്ലാനിംഗ് ഉണ്ടാവണം. കൃത്യമായ ആസൂത്രണമാണ് ഒരു കാര്യത്തിന്റെ വിജയം നിശ്ചയിക്കുന്നത്. അടുക്കള പണിക്ക് അത്രയ്ക്കൊക്കെ പ്ലാനിംഗ് വേണോ? അടുക്കള പണിക്കെന്നല്ല, എത്ര ചെറിയ കാര്യമാണ് ചെയ്യുന്നതെങ്കിലും പ്ലാനിംഗ് അത്യാവശ്യമാണ്. ഉദാഹരണം, ഞാൻ ഒരു ദിവസം രാവിലെ ആഫീസിൽ പോകാൻ ഇറങ്ങുന്നതിന് മുമ്പ് ആ ദിവസം ചെയ്യാനുള്ള മുഴുവൻ കാര്യങ്ങളും ഞാൻ പ്ലാൻ ചെയ്ത് കഴിഞ്ഞിരിക്കും. രാവിലെ 9:38 ഞാൻ ഇവിടെ ഇറങ്ങും. എനിക്ക് വില്ലേജ് ഓഫീസ് വരെ നടക്കാൻ വേണ്ടുന്നത് 17 മിനിറ്റ്. അപ്പോ ഞാൻ കൃത്യം 9:55 ഓഫീസിലെത്തും. അതിനെയാണ് പ്ലാനിംഗ് എന്ന് പറയുന്നത്. വില്ലേജ് ഓഫീസ് വരെയുള്ള 1.25 കിലോമീറ്റർ നടക്കുന്ന കാര്യത്തിൽ ഈ പ്ലാനിംഗ് ഒക്കെ ഓക്കെയാണ് മോഹനേട്ടാ. പക്ഷേ അടുക്കളപ്പള്ളിയുടെ കാര്യത്തിൽ അതെങ്ങനെ നടപ്പാകാനാണ്? ഒരു ബുദ്ധിമുട്ടുമില്ല. ഉദാഹരണത്തിന് രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ നമ്മൾ ആലോചിക്കുക, ഇന്ന് എന്തൊക്കെയാ ചെയ്യേണ്ടത്? നീ പറയും, ഇന്ന് നീ എന്തൊക്കെ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്? എല്ലാ ദിവസവും ചെയ്യുന്നതൊക്കെ. പിന്നെ പാട്, കഴിഞ്ഞ 4 കൊല്ലമായി നീ ഈ വീട്ടിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് തന്നെയാണ് നീ ഇന്നും ചെയ്യാൻ പോകുന്നത്. പക്ഷേ ഇത്രയും കാലമായിട്ടും നിനക്ക് അതിനൊന്നും ഒരു ചിട്ടയുമില്ല. നോക്കൂ, രാവിലെ എഴുന്നേൽക്കുമ്പോഴേ പ്രാർത്ഥിക്കും. അത് കഴിഞ്ഞ് നേരെ അടുക്കളയിൽ കയറി ഒരു ചായ ഉണ്ടാക്കല്ല വേണ്ടത്. ആദ്യം മുറ്റമടിച്ച് വൃത്തിയാക്കുക. കാരണം എന്താണ്? അറിഞ്ഞൂടാ. രാവിലെ കുളിച്ചതിന് ശേഷം അടുക്കളയിൽ കയറുന്നതാണ് നല്ലത്. പക്ഷേ കുളി കഴിഞ്ഞാൽ മുറ്റമടിക്കാൻ പറ്റുമോ? അപ്പോ കുളിച്ചത് വെറുതെ ആവും. അതുകൊണ്ട് ആദ്യം മുറ്റമടിക്കുക, എന്നിട്ട് കുളിക്കുക. അത് കഴിഞ്ഞ് നേരെ അടുക്കളയിലേക്ക്. ആ പ്ലാനിങ്ങിനെ റെഡിയായി വരുന്ന കണ്ടോ? അങ്ങനെ വേണം ചെയ്യാൻ. ഇത്രയും പറയോ? ബാക്കിയോട് പറ. ഇത്ര നീ ചെയ്തില്ലല്ലോ. മുഴുവൻ പ്ലാൻ ചെയ്തിട്ട് വേണേ നമ്മൾ തുടങ്ങാൻ. ആദ്യം ഇത്രയും ചെയ്യ്, അപ്പൊ ബാക്കി ഞാൻ പറഞ്ഞുതരാം. ശരി, ഞാനിപ്പോ മുറ്റമടിക്കണം. അത് കഴിഞ്ഞ് കുളിക്കണം. അത് കഴിഞ്ഞ് വേണം അടുക്കളയിൽ കയറാൻ. പക്ഷെ ഞാൻ അടുക്കളയിൽ നേരത്തെ കേറിയല്ലോ. ഒരു ചായ ഉണ്ടാക്കിയുള്ളൂ. ബാക്കി പണികൾ ഞാൻ പറയുന്നത് പോലെ. ശരി, അപ്പോ മുറ്റത്ത് നിന്ന് തുടങ്ങാം. അതായത് വില്ലേജ് ഓഫീസർ മോഹനകൃഷ്ണന്റെ പ്ലാനിങ്ങിൽ ഞാൻ എന്റെ ഒരു ദിവസം ആരംഭിക്കുകയാണ്. ഭഗവാനെ രക്ഷിച്ചോളണേ. നടു നന്നായി കുനിയട്ടെ. തറയ്ക്ക് നോവില്ല. നന്നായി അമർത്തി തൂക്കൂ. ഇപ്പൊ നിനക്ക് മനസ്സിലായോ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണം? സാധാരണ നീ അടുക്കള ജോലി ചെയ്യുന്നതിനിടയിലായിരുന്നു മുറ്റമടിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ മുറ്റമടിക്കുമ്പോ
പൊടി പറന്ന് നിന്റെ ഉടുപ്പിലും തലയിലും മുഖത്തും ഒക്കെ ആകും. പിന്നീട് നീ അടുക്കളയിലേക്ക് ചെല്ലുമ്പോ ആ പൊടി ഭക്ഷണ പദാർത്ഥങ്ങളിലേക്ക് വീഴാൻ സാധ്യത ഏറെയാണ്. ചുരുക്കത്തിൽ മുറ്റത്തെ പൊടിയാണ് നീ സാമ്പാറിൽ കലക്കി എനിക്ക് തരുന്നത്. പക്ഷേ ഇന്ന് നീ മുറ്റമടിച്ചതിന് ശേഷം കുളിക്കാൻ പോകുന്നു. കുളിച്ചിട്ട് അടുക്കളയിൽ കയറുമ്പോ പൊടിയെ പേടിക്കേ വേണ്ട. ഒരു നിമിഷം നടക്കട്ടെ. ഹലോ, അതെ, ഞാൻ കൃത്യം 9:55 ആഫീസിൽ വന്ന് കടലാസുകളെല്ലാം ശരിയാക്കിയതിന് ശേഷം കൃത്യം 11:15 ഞാൻ താലൂക്ക് ഓഫീസിലെത്തും. 11:30 എനിക്ക് തഹസിൽദാരെ കാണണം. അവിടെ നിന്ന് 12:30 ഇറങ്ങിയാൽ കൃത്യം 12:45 ആഫീസിലെത്തി ഇന്ന് കൊടുക്കാനുള്ള സർട്ടിഫിക്കറ്റുകൾ ഒപ്പിട്ട് 1:30 എനിക്ക് ഊണ് കഴിക്കാൻ പറ്റും. മനസ്സിലായല്ലോ? ശിശുപാല, പലവട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട്, ശരിയായ പ്ലാനിംഗ് ആണ് ജീവിതത്തിന്റെ ചവിട്ടുപടി എന്ന്. ശരി, 9:55 ആഫീസിൽ വെച്ച് കാണാം. ഇങ്ങനെയല്ല വേണ്ടത്. മുറ്റമടിക്കുന്നതിന് മുമ്പ് വീടിനകം വൃത്തിയാക്കണം. നീ അത് ചെയ്തില്ല. മോഹനേട്ടനോട് പറഞ്ഞില്ലായിരുന്നല്ലോ. ഇതൊക്കെ പറയണോ? ആമേ, വീടിനുള്ളിലെ എല്ലാ മുറികളും വൃത്തിയാക്കി ആ ചവറും പൊടിയുമെല്ലാം മുറ്റത്ത് കൊണ്ടുപോയിട്ടതിന് ശേഷമാണ് മുറ്റം തൂക്കേണ്ടത്. ഇപ്പോ നീ മുറ്റം വൃത്തിയാക്കിയ ശേഷം വീട് വൃത്തിയാക്കിയാൽ വീടിനകത്തെ പൊടി എവിടെ കൊണ്ട് കളയും? ഞാൻ ഇപ്പൊ എന്താ വേണ്ടത് അത് പറ. ആദ്യം വീടിനകം, അത് കഴിഞ്ഞ് മുറ്റം. ശരി. പ്ലാനിംഗ് ഇല്ല. ഭാമേ, ഇപ്പോ നിനക്ക് മനസ്സിലായോ? ജീവിതത്തിൽ ഒരു ചിട്ട ഉണ്ടാകുന്നത് വളരെ നല്ലതാണ്. ഇന്ന് നീ ഇത് മനസ്സിലാക്കിയാൽ നാളെ മുതൽ ഇതൊരു ശീലമാകും. ഒരു ശീലമായാൽ പിന്നെ ഒരിക്കലും വീട്ടുജോലി നിനക്കൊരു ബുദ്ധിമുട്ടാവുകയില്ല. നടക്കട്ടെ. പ്ലാനിങ് വേണം. എന്താ? നീ ഈ ഭിത്തിയിലും ജനലൊക്കെ നോക്ക്. എന്തൊരു പൊടിയാ! നീയല്ലേ പറഞ്ഞത് എല്ലാ ദിവസവും രാവിലെ നീ വീടിനകം മുഴുവൻ തൂത്തുവാരി വൃത്തിയാക്കിടുവന്ന്? എന്തിനാണോ ഈ പൊടി? ഇത് കണ്ടോ? ഇപ്പോഴല്ലേ എനിക്ക് മനസ്സിലായത്? എന്നെ കാണിക്കാൻ വെറുതെ ചൂലെടുത്ത് അങ്ങോട്ടൊരു വീശ് ഇങ്ങോട്ടൊരു വീശ്, അത്രേ ഉള്ളൂ. അതെ, ഈ പൊടി ചൂല് കൊണ്ട് തൂത്തുകളെ അല്ല വേണ്ടത്, ഒരു തുണി നനച്ച് നന്നായിട്ട് തുടയ്ക്കണം. ഇതൊക്കെ എന്നും നടക്കുമോ മോഹനേട്ടാ? 2 ആഴ്ചയിലൊരിക്കൽ അത്രയല്ലേ പറ്റുള്ളൂ. പക്ഷേ ഇവിടെ തുണി തുടച്ചിട്ട് മിനിമം 3 മാസമൊക്കെ ആയിട്ടുണ്ട്. ഇനി അത് പറ്റില്ല. ഇങ്ങനെ ഒരു വീട്ടിനകത്ത് താമസിച്ചാൽ മനുഷ്യർക്ക് ആസ്മ വരും. ഒരു തുണി നനച്ചോട്ടോ. ഇന്ന് ഇത് തുടച്ചേ പറ്റൂ. ഇനി എന്താ? ഇതാ ഞാൻ പറയുന്നത്, നിന്റെ പ്ലാനിങ്
ഇപ്പോഴും ശരിയല്ല. നീ ഇപ്പൊ എങ്ങോട്ടാ പോയത്? തുണി നനച്ചോണ്ട് വരാൻ ബാത്റൂമിലേക്ക്. നിനക്കിന്ന് രാവിലെ ഏതെങ്കിലും തുണി നനയ്ക്കേണ്ടതായിട്ടുണ്ടോ? ആ, കുറച്ചുണ്ട്. അപ്പൊ ആ തുണികൾ സോപ്പ് പൗഡർ ഇട്ട് വെള്ളത്തിൽ കുതിർത്ത് വെക്കണ്ടേ? ഇപ്പോ നീ എന്തായാലും ബാത്റൂമിലേക്ക് പോകുന്നുണ്ട് തുണി നനച്ചു കൊണ്ടുവരാൻ. ആ സമയത്ത് സോപ്പ് വെള്ളത്തിൽ മുക്കി വെക്കേണ്ട തുണി കൂടി കൊണ്ടുപോയാൽ അതുകൂടി നടക്കില്ലേ? വീടും മുറ്റവും വൃത്തിയാക്കി നീ കുളിക്കാൻ ചെല്ലുമ്പോഴേക്കും ആ തുണി നന്നായി കുതിർന്നിട്ടുണ്ടാവും. അപ്പോ കുളിക്കുന്നതിന് മുമ്പ് നിനക്ക് ആ തുണി അലക്കുകയും ചെയ്യാം. ശരിയല്ലേ? ശരിയാണ്, ആ, ഇപ്പോ നിനക്ക് മനസ്സിലായില്ലേ ഞാൻ പറയുന്നതിന്റെ ശരി? ഇതിനെയാണ് ഭാമയെ നമ്മൾ പ്ലാനിങ് എന്ന് പറയുന്നത്. ശരി, അലക്കാനുള്ള തുണി കൊണ്ടുപോയി വെള്ളത്തിൽ മുക്കി വെച്ച് വേറൊരു തുണി നനച്ചെടുത്ത് ഇവിടെ കൊണ്ടുവന്ന് എല്ലാം തുടച്ചു വൃത്തിയായിക്കോളൂ. ഇതോടെ അവൾ കാര്യങ്ങൾ പഠിക്കണം. പറയുമ്പോ വലിയ വക്കീല, പക്ഷെ നിസ്സാര കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പോലും ഈ മോഹനകൃഷ്ണൻ വേണം. എന്താ ഇതെന്താ ഇത്? ഇതെന്താന്ന്? ഇതിലെങ്ങനെ ഈ മുടി വന്നു? നിനക്ക് യാതൊരു തരത്തിലുള്ള ശ്രദ്ധയുമില്ലാത്തതുകൊണ്ടല്ലേ ഇതിങ്ങനെ സംഭവിച്ചത്? അത് എവിടെന്നെങ്കിലും പറന്നു കയറിയതായിരിക്കും മോഹനേട്ടാ. പറന്നു കയറിയോ? ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത്? അത് തുടയ്ക്കണോ ഇത് വൃത്തിയാക്കണോ? തുടങ്ങിയ മാറും. ഇപ്പൊ